നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു തനി നാടൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് കറിയാണ്. ഈ ബീഫ് കറി വെച്ച് ഇതിൻ്റെ മണം വീട്ടിലിങ്ങനെ നിറയുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാലമൊക്കെ കുട്ടിക്കാലമൊക്കെ ഇങ്ങനെ ഓർത്തു പോകും. കാരണം അന്ന് പള്ളിയിൽ നിന്നൊക്കെ വരുന്ന ഞായറാഴ്ചകളിലാണ് ബീഫ് മിക്കവാറും വീടുകളിൽ വാങ്ങുക. എൻ്റെ വീട്ടിലും അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു തേക്കലയിലൊക്കെയാണ് ആ കടകളിൽ നിന്ന് നമുക്ക് ബീഫ് കിട്ടുന്നത്. പണ്ടിങ്ങനെ ബീഫ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നെയ്യ് കൂടെ അവർ തരുമായിരുന്നു. അത് ഉരുക്കിയിട്ട് ആ നെയ്യിലാണ് തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ പണ്ട് വഴറ്റിയെടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ ആകാം ഭയങ്കര ടേസ്റ്റായിരുന്നു അന്നുള്ള ബീഫ് കറിക്ക്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സ്ഥിരമായി എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നൊരു വ്യൂവർ എന്നോട് ബീഫ് കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. ഇനി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസുകൾ അറിയിക്കണം, പിന്നീട് ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. 1 കിലോ ബീഫിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. 3 പച്ചമുളക്, ഒരു 10 ചുമന്നുള്ളി നാടൻ ബീഫ് കറിക്ക് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഒരു 3 പീസ്, വെളുത്തുള്ളി ഒരു 10-15 എണ്ണം എടുക്കാം. ഒരു വലിയ 2 സവാള നമുക്ക് എടുക്കാം. തീരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 3 എടുക്കാം, പ്രശ്നമില്ല. ഒരുപാട് ഉള്ളി ചേർത്താൽ ബീഫ് കറി മധുരിക്കും, അതുകൊണ്ട് ഒരുപാട് ഉള്ളി ചേർക്കാൻ പാടില്ല. ഇനി വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫാണിത്. ഈ ബീഫ് 3/4 കിലോ ഇറച്ചിയും 1/4 കിലോ എല്ലും കൂടെ ചേർന്ന് ഇറച്ചിയും കൂടെ ചേർത്താണ് വാങ്ങിയത്. എല്ല് ഉള്ള ഇറച്ചിയിട്ട് ബീഫ് കറി വെച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ പരാതി പറയും, എത്ര നന്നായിട്ട് ബീഫ് കറി വെച്ചാലും ബീഫിന് ടേസ്റ്റ് ഇല്ലയെന്ന്. ഒന്നാമത്തെ ഒരു കാരണം ഈ എല്ലില്ലാത്ത ബീഫ് അതിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് കുറവ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് എല്ലുള്ള ബീഫ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം കറിക്ക്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. വലിയ മാരിനേഷനൊന്നും ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇനി ഒരു 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. കുക്കറിലാണ് നമ്മളിന്ന് ബീഫ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുവും കൂടി ഇട്ട് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. കാരണം ചില ആൾക്കാർക്ക് കടുക് വറുത്തെടുക്കുന്നത് ഇഷ്ടമാണ് ഏറ്റവും അവസാനം. എന്തായാലും ഞാനങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കടുക് വറുക്കുന്നില്ല. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാനിപ്പോൾ ഇതിൽ പൊട്ടിക്കുകയാണ്. അതിനുശേഷം ഒരു 5 ഏലക്ക ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുന്നതിൻ്റെ കാരണം ഇതൊരു ടിപ്പാണ്. ചതയ്ക്കാതെ ഏലക്ക നമ്മൾ ഇതിലിടുമ്പം ചില സമയങ്ങളിൽ എനിക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുള്ളതാണ്. ഞാനിങ്ങനെ നോക്കി നിൽക്കും, ചില ഏലക്കകൾ പൊട്ടി മുകളിലോട്ട് തെറിക്കും. അതുകൊണ്ട് ഒന്ന് ചതച്ചിടുന്നത് ഏറ്റവും നല്ലതാണ്. രണ്ടും ഒരു ഇച്ചിരി സമയം ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അതൊന്ന് ഫ്രൈ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളിയും ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ വഴറ്റണം. ബീഫ് കറി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ളത് ഏത് സ്റ്റേജാണെന്ന് ചോദിച്ചാൽ ഈ ഉള്ളി വഴറ്റുന്ന സ്റ്റേജാണെന്ന് ഞാൻ പറയും. കാരണം ഒരു 10 മിനിറ്റെങ്കിലും മിനിമം നമുക്ക് വേണം ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ക്ഷമയോടെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് അടുക്കളയിൽ ആ സമയം മുഷിയാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ല പാട്ടോ റേഡിയോ ഒക്കെ കേട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഉള്ളി നല്ലതുപോലെ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടിക്ക് കുറച്ചധികം പച്ചമണമുണ്ട്. അതുകൊണ്ട് ആദ്യം മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒപ്പം 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഈ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ
പെരുംജീരകം പൊടിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. പൊടികൾ ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. സാധാരണഗതിയിൽ ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നത്. പക്ഷേ ഇവിടെ മസാലപ്പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷമാണ് നമ്മളിത് ചേർക്കുന്നത്. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഈ പൊടിയിൽ കിടന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മിക്സായി വരുമ്പോൾ. ഇതൊന്ന് 1 മിനിറ്റിൽ താഴെ മതി. ഒന്ന് നന്നായിട്ടൊന്ന് ഈ പൊടിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് പകുതി ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുക്കായി കിട്ടിക്കോളും. അതിനുശേഷം തക്കാളി ഒന്ന് ശരിയായതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മസാലയിലേക്ക് ബീഫ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം സാധാരണഗതിയിൽ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് വിസിൽ കേൾപ്പിച്ച് പ്രഷർ കുക്ക് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ബീഫിലേക്ക് ഈ സ്റ്റേജിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ സാധാരണ രീതിയിലൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു മീഡിയം തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്യണം. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന ബീഫ് നല്ലതുപോലെ കുക്കാകും. ഇടയ്ക്ക് നമുക്ക് കുക്കറിൻ്റെ ഈ അടപ്പൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. 10-12 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് വെള്ളം കുക്കറിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനി കുക്കർ അടയ്ക്കേണ്ട, തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുറച്ച് ചേർത്തിരുന്നു. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചൂടുവെള്ളം തന്നെ ചേർക്കാവുള്ളൂ. കാരണം പച്ചവെള്ളം ചേർത്താൽ ഈ ബീഫ് കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം ചേർക്കുമ്പോഴെപ്പോഴും ബീഫിൻ്റെ തൊട്ട് താഴെ നിൽക്കത്തക്കവണ്ണമാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഇവിടെ അളവെന്ന് പറയുന്നത് ഞാനൊരു വലിയ കപ്പ്, അതൊരു 250 ml കപ്പാണ്. അതിൽ ഫുള്ള് ചൂടുവെള്ളം, പിന്നീട് ആ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ബീഫ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. എൻ്റെ പ്രഷർ കുക്കറിൽ ഒരു 6 വിസിൽ കേൾക്കുന്നത് വരെ ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കും. നിങ്ങളുടെ പ്രഷർ കുക്കറിൻ്റെ രീതി അനുസരിച്ച് എത്ര വിസിൽ വേണോ അത്രയും വിസിലിൽ ബീഫ് ഒന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. പ്രഷറൊക്കെ പോയി കുക്കർ തണുത്തിട്ടുണ്ട്. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം. നല്ല മണം വരുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരല്പം ഉപ്പിൻ്റെ ആവശ്യവും കൂടിയുണ്ട്. അതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ഞാൻ കീറിയിടുന്നുണ്ട്. പച്ചമുളകിൻ്റെ ആ ഒരു മണം ഈ സമയത്ത് ബീഫിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് കുക്കർ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.